ഹലോ! എല്ലാവരും എന്ത് ചെയ്യണു? എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കണു. എ.എം വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് രാവിലെ തന്നെയുള്ള നമ്മുടെ പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ പ്രധാന പരിപാടി. അപ്പോൾ വൈകുന്നേരം നമുക്ക് വെള്ളം ഒഴിക്കാൻ സമയം കിട്ടില്ല. നമ്മൾ വരുമ്പോൾ ലേറ്റ് ആവും. പിന്നെ ടോർച്ചൊക്കെ അടിച്ച് പിടിച്ചിട്ട് വേണം വെള്ളം നനയ്ക്കാൻ. അത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ രാവിലെ തന്നെ വെള്ളം നനയ്ക്കുന്നത്. അപ്പോൾ രാവിലെ വെള്ളം നനച്ച് കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. നമ്മൾ നട്ടിട്ടുള്ള നമ്മുടെ പച്ചക്കറിക്കൊക്കെ ഇലകളൊക്കെ വന്നു കേട്ടോ. നമ്മളിവിടെ നട്ടേക്കുന്നത് പാവലും ചൊരക്കയും വെണ്ടയുമാണേ. വെണ്ട പകുതിയും ഉറുമ്പൊക്കെ കൊണ്ടുപോയി 2, 3 മുളച്ചിട്ടുള്ളൂ. ആ മുളച്ചൊക്കെ നമുക്കിനി ബാക്കിയാക്കി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ മുളക് ചെടിയാണേ. നടുന്ന സമയത്ത് ഒരു ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല കരുത്തൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ? നല്ല ഉഷാറുണ്ടായിരുന്നൊക്കെ ഒരു കരുത്തില്ലാതെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആരും ചെയ്യില്ല എന്നറിയാം. എന്നാലും ഞാനൊരു ഇതിന് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ പച്ചക്കറിക്കൊക്കെ നമ്മൾ ഏകദേശം വെള്ളമൊക്കെ നനച്ച് തീരാറായിട്ടുണ്ട്. തീരാറായിട്ടൊന്നുമില്ല കേട്ടോ, തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ ചെടിക്കും കൂടെ നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കുകയാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പച്ചക്കറിയൊക്കെ നടുന്നതും വിളവെടുക്കുന്നതൊക്കെ. പക്ഷെ ഞാൻ അധികം പച്ചക്കറി അങ്ങനെ കഴിക്കാറില്ല എന്നത് വേറൊരു സത്യമാണ്. പക്ഷെ എനിക്കിങ്ങനെ കൃഷി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇതിനകത്തൊരു ചെറിയ തക്കാളി ചെടി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അതിനകത്ത് വെള്ളമൊഴിച്ച് കൊടുത്തത്. ആ തക്കാളി ചെടി ബാക്കിയാവാൻ നോക്കണം. അങ്ങനെ നമ്മളിതാ ബാക്കിയുള്ള പച്ചക്കറിക്കൊക്കെ വെള്ളം നനച്ച് ഇനി നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അതാണ് മെയിൻ സംഭവം. അതിന് കാണിച്ചു തരാവേ. നമ്മുടെ ഇതിനൊക്കെ വെള്ളം നനച്ച് കഴിയാറായി. എന്നിട്ട് നമ്മൾ അത് കാണിച്ചു തരാം കേട്ടോ. എന്താന്നല്ലേ, ഇപ്പൊ കണ്ടോളം. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. നമ്മൾ അന്ന് നട്ട ഒരു 2-3 ദിവസം മുന്നേ നട്ട വെള്ളരി മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുളച്ചിട്ടാണ് ഏകദേശം നട്ടത്. പക്ഷേല് അതിന് മുളയൊക്കെ വന്ന് 3ാമത്തെ ഇലയൊക്കെ ചെറുങ്ങനെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടേ. 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ നട്ടിട്ട്. 2-3 ദിവസം ആയിട്ടേ ഉള്ളൂ നട്ടിട്ട്. അപ്പോൾ 3ാമത്തെ ഇലകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുങ്ങനെ. ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഇതിൽ കുറേ ഉറുമ്പ് കൊണ്ടുപോയി കേട്ടോ. മുളച്ച ചെടീനെയും വിട്ടില്ല. ഇതിൻ്റെ തണ്ടിനൊക്കെ ഒരു ചെറിയൊരു ലൈറ്റ് മധുരമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം ഉറുമ്പ് എല്ലാം കാലിയാക്കിയത്. അങ്ങനെ ഉള്ള ചെടി ആയിക്കോട്ടെ, ഉള്ള ചെടീനെ നമുക്ക് ബാക്കിയാക്കി എടുക്കാമല്ലോ. അങ്ങനെ നമ്മുടെ റംബൂട്ടാന് നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുകയാണേ. ഇത് ഞാൻ വിത്ത് മുളപ്പിച്ചതാണ് റംബൂട്ടാൻ. എല്ലാവരും പറഞ്ഞു ബാക്കിയാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ബാക്കി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലതല്ലേ. കുറേ വർഷം എടുക്കും കായ്ക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ബഡ് തൈ പോലെയല്ല, പെട്ടെന്ന് കായ്ക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നമുക്കവിടെ ചെടി അങ്ങനെ നിൽക്കുമല്ലോ, ഒരു തണലും അതൊക്കെ ആയിട്ട്. അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇത് നമ്മുടെ സലാഡ് വെള്ളരിക്കും അതിൻ്റെ ചുവട്ടിൽ നട്ട മുളകിനൊക്കെ വെള്ളം ഒഴിക്കാനേ ഉള്ളൂ. അതും കൂടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇന്ന് കഴിയും. അതായത് നമ്മുടെ ചെടിക്കൊക്കെ ഇത് നമ്മൾ കാര്യമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അധികം പച്ചക്കറി ഒന്നും കഴിക്കാറില്ല. പക്ഷെ എനിക്ക് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്തുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പം ജോലി തിരക്കൊക്കെ ആയത് കാരണം ഒന്നിനും സമയം കിട്ടാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഉള്ള സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമുക്ക് നമ്മുടെ സലാഡ് വെള്ളരിക്കകത്ത് ചെറിയ ഇത് കക്കിരി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കക്കിരി ചെടിയാണ്, സലാഡ് വെള്ളരി എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കണ്ടോ, ഇതിനകത്ത് ചെറിയ ചെറിയ കായായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം, പൊളിച്ചില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.